അപ്പോൾ എല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന 5 മാർക്കിൽ 4 മാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൽ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പല ആളുകളും മെസ്സേജായിട്ടും കമൻ്റായിട്ടും ചോദിച്ചിരുന്നു, സർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സാമിന് വരുന്ന കാര്യങ്ങൾ എടുത്തു തരുമെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണ പരീക്ഷയിൽ ചോദിച്ച് കാണുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴുവനായിട്ടും ക്ലാസ് കേൾക്കുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം, ബിസിനസ് സ്ഥാപനത്തിന് അവിടെ നടക്കുന്ന ക്യാഷ് ഇടപാടുകൾ, പണത്തിൻ്റെ ഇടപാടുകളെല്ലാം ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും അല്ലേ. അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ അത് പാസ്ബുക്കിലാണ് ബാങ്ക് അത് എഴുതി വെക്കുന്നത്. ചില സമയങ്ങളിൽ ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കും ബാങ്കിൻ്റെ പാസ്ബുക്കും തമ്മിൽ കാണിക്കുന്ന ബാലൻസിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഈ ഒരു കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് BRS അഥവാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി ബിസിനസ് മാൻ ടു റീകൺസിൽ ഓർ അഗ്രി ദ ബാങ്ക് ബാലൻസ് ഷോൺ ബൈ ദി പാസ്ബുക്ക് വിത്ത് ദാറ്റ് ഷോൺ ബൈ ക്യാഷ് ബുക്ക്. അപ്പോൾ എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ്ബുക്കിൽ ബാങ്ക് എഴുതിയിരിക്കുന്ന ബാലൻസും ക്യാഷ് ബുക്കിൽ ബിസിനസ്മാൻ എഴുതിയിരിക്കുന്ന ബാലൻസും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി ബിസിനസ്മാൻ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ പാസ്ബുക്ക്. നമ്മൾ ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ പാസ്ബുക്കോ ഏത് ബാലൻസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് ആ ബാലൻസ് വെച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ആഡ് ചെയ്യാം, അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. പാസ്ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും. ഏതൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി പറയാനുള്ളത് സ്റ്റാർട്ടിംഗ് ബാലൻസ് ഓഫ് BRS, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിലുള്ള ബാലൻസ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. കേസ് 1 പറയുന്നത് സ്റ്റാർട്ടിംഗ് വിത്ത് ഡെപ്പോസിറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അഥവാ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് വെച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കേസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഡെപ്പോസിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് അതുപോലെ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഫേവറബിൾ ബാലൻസ് ആണ്. മൂന്നാമത്തെ കേസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അത് ഓവർ ഡ്രാഫ്റ്റ് ആണ് മനസ്സിലാക്കുക. നാലാമത്തെ കേസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഓവർ ഡ്രാഫ്റ്റ് ആണ് മനസ്സിലാക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും കേസ് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുള്ളത് ഇതിൽ നമുക്ക് വ്യക്തമാകും. ഇനി നോക്കൂ, നേച്ചർ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ് ഫേവറബിൾ ബാലൻസ്, അൺഫേവറബിൾ ബാലൻസ് എന്നാണ് ഇനി പറയുന്നത്. നേച്ചർ ഓഫ് ബാലൻസ്, ഫേവറബിൾ ബാലൻസ് അഥവാ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഫേവറബിൾ ബാലൻസ് ആണ് അഥവാ നോർമൽ ബാലൻസ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഇന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസും പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസുമാണ് നോർമലി കാണിക്കുന്നത്. ഈ ഒരു ബാലൻസ് ആണ് തന്നിട്ടുള്ളെങ്കിൽ അത് ഫേവറബിൾ ബാലൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം അൺഫേവറബിൾ ബാലൻസ്, ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസും പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസും കാണിക്കുകയാണെങ്കിൽ അത് അൺഫേവറബിൾ ബാലൻസ് അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ചിലപ്പോൾ ചോദ്യത്തിൽ പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് തരും. പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൺഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയണം.
അതുപോലെ തന്നെ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസും തരും. ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞുള്ളത് അൺഫേവറബിൾ ബാലൻസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ബാലൻസ് അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ സാധാരണ ചെയ്യിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുക. സാധാരണ ആഡ് ചെയ്യുന്നത് ലെസ് ചെയ്യും, ലെസ് ചെയ്യുന്നത് ആഡ് ചെയ്യും. അത് വേറെ രീതിയിലും ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. പക്ഷേ കൃത്യമായിട്ട് ആൻസർ കിട്ടണമെങ്കിൽ ഏത് ബാലൻസാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് കണ്ടു. ഏതൊക്കെ ബാലൻസ് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുക എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഫേവറബിൾ ബാലൻസും അൺഫേവറബിൾ ബാലൻസും മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും. ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് വെച്ചായിരിക്കാം. ചില സമയത്ത് ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ചില സമയത്ത് പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതും ഓവർ ഡ്രാഫ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഏത് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് എന്ന് നോക്കാം. ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലോ കിട്ടുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും ഓവർ ഡ്രാഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഒരൊറ്റ കാര്യം കൂടി മനസ്സിലാക്കാം. നമ്മോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് ബാലൻസ് വെച്ചിട്ടാണോ തുടങ്ങാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഉദാഹരണത്തിന് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക. ഒന്നുകൂടി പറയുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യുക. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഏത് ബാലൻസ് വെച്ചിട്ടാണോ തുടങ്ങുന്നത് എങ്കിൽ ആ ബാലൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യത്തിൽ നോക്കുക, അതെല്ലാം ആഡ് ചെയ്യുക. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അത് ലെസ് ചെയ്യുക. ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നോക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഒന്ന് നോക്കാം, എങ്ങനെ ഇത് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ചോദ്യം നോക്കൂ. ഓൺ മാർച്ച് 31, 2018 the cash book of a trader showed a deposit balance of 6,000 and passbook balance Rs 8,250. 2018 മാർച്ച് 31 പ്രകാരം ഒരു ബിസിനസ്മാൻ്റെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് പറയുന്നത് 6,000 അതേസമയം തന്നെ അവരുടെ പാസ്ബുക്ക് ബാലൻസ് കാണിച്ചിരിക്കുന്നത് 8,250. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടു പരിശോധിച്ച സമയത്ത്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പറയുന്നു ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ റെക്കോർഡ് ഓൺലി ഇൻ ദി പാസ്ബുക്ക് റുപ്പീസ് 1,500 1,500. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് റുപ്പീസ് 450. മൂന്നാമത്തെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി ബാങ്ക് നോട്ട് റെക്കോർഡ് ഇൻ ദി ക്യാഷ് ബുക്ക് റുപ്പീസ് 300. ചെക്ക് പെയ്ഡ് ഇൻ ദി ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ് ടിൽ March 31, 2018 800. ദെൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ടിൽ March 31, 2018 rupees 1,400. Prepare BRS Bank Reconciliation Statement as on 31st March 2018. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഡേറ്റ് പ്രകാരമാണ് BRS തയ്യാറാക്കുന്നത് നമ്മൾ എന്തായാലും നോട്ട് ചെയ്യണം. മാർച്ച് 31, 2018. ആ ഒരു ഡേറ്റ് ഏത് സമയത്താണ് BRS തയ്യാറാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ബാലൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞല്ലേ. ഈ ഒരു ചോദ്യപ്രകാരം നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും അല്ലേ. ഇവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ടല്ലോ 6,000, പാസ്ബുക്കും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ 6,000 വെച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടണം അല്ലേ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം,
ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട് തുടങ്ങുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുക, കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 6000 അല്ലേ, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി അതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും നോക്കാം. ഒന്നാമത് നോക്കൂ, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ റെക്കോർഡ് ഓൺലി ഇൻ ദി പാസ്ബുക്ക്. ഒരു കസ്റ്റമർ നമുക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന ഒരു കസ്റ്റമർ, അവർ നേരിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് നൽകി, അഥവാ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൂടിയിട്ടുണ്ടാവും അല്ലേ, ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കൂടിയിട്ടുണ്ടാവും. പക്ഷേ ക്യാഷ് ബുക്ക് ബിസിനസ്മാൻ അത് അറിയാത്തത് കൊണ്ട് ബിസിനസ്സിലെ ക്യാഷ് ബുക്കിൽ അത് കൂടിയിട്ടുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? ഒരാൾ നമുക്ക് തരാനുള്ള ക്യാഷ് നേരെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവരുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ ക്യാഷ് ബുക്ക് ബാലൻസിൽ അത് കൂടിയിട്ടുണ്ടാവില്ല. ഇതെന്താ സംഭവിച്ചത്? ഇത് ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ളൊരു കാരണമല്ലേ അല്ലേ, കുറയാൻ കാരണമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ആഡ് ചെയ്യണം. സോ ഡയറക്റ്റ് പേയ്മെൻറ്റ് കസ്റ്റമർ റെക്കോർഡ് ഓൺലി ഇൻ ദി പാസ്ബുക്ക് ₹1500 ആഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളത് 1500 എഴുതി. മനസ്സിലായല്ലോ? രണ്ടാമത് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ₹450. നമ്മളെ നിക്ഷേപത്തിന്മേൽ ഡെപ്പോസിറ്റിന്മേലുള്ള പലിശ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലാക്കുക, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ക്യാഷ് ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അത് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ക്യാഷ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ ബാങ്ക് അത് പാസ്ബുക്കിൽ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റാണ് ബാങ്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് കൂടി, ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. അതുപോലെ ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ ബാലൻസ് കൂടി, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, അഥവാ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. നമുക്കുള്ള നിക്ഷേപത്തിന്മേലുള്ള ഇൻട്രസ്റ്റ് ബാങ്ക് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം ബാങ്കിൽ കൂടിയിട്ടുണ്ട്, ബാങ്കിൽ കൂട്ടി എഴുതി, പക്ഷെ അവിടെ കൂടിയിട്ടില്ല, ക്യാഷ് ബുക്കിൽ കൂടിയിട്ടില്ല. അപ്പോൾ ഇതും ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായ ഒരു ഇടപാടല്ലേ. ഇപ്പോൾ ബാങ്കിൽ കൂടുതലും ക്യാഷിൽ കുറവാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് ഈ ഒരു ബാങ്കിൻ്റെ കൂടെ എത്തണം. അപ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ രണ്ടാമത്തെ നമ്മൾ ആഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് 450 ആഡ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കൂ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് നോട്ട് റെക്കോർഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ₹300. ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. ബാങ്ക് നമ്മുടെ സേവനങ്ങൾ, ചില സേവനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും അല്ലേ. അപ്പോൾ ബാങ്ക് നമുക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. അതടച്ചത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടക്കുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കുറയും. പക്ഷെ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതുവരെ? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ക്യാഷ് ബുക്കിൽ ഇപ്പം കൂടിയിട്ടാണ് നിൽക്കുന്നത്, ക്യാഷ് ബുക്കിൽ കുറയണം അല്ലേ. ക്യാഷ് ബുക്കിൽ നിന്ന് അത്രയും തുക കുറയണ്ടേ. അപ്പോൾ അത് ക്യാഷ് ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള സംഗതി അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണത്, ലെസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലെസ് ചെയ്യാനുള്ളതാണ് 300. നോക്കൂ, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദി ബാങ്ക് 300, അത് ലെസ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. then അടുത്ത് നോക്കൂ, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ് ടിൽ March 31, 2018 800. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. ബാങ്കിലേക്ക് ചെക്ക് അടച്ചു, എന്തിന്? കളക്ഷൻ, ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി ബാങ്കിലേക്ക് ചെക്ക് കൊടുത്തു, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ബാങ്ക് ബാലൻസ് കൂടണം അല്ലേ. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം നോക്കൂ, ബട്ട് നോട്ട് കളക്റ്റഡ്. ബാങ്ക് ഇതുവരെയും ആ ചെക്ക് മുഖാന്തരമുള്ള ക്യാഷ് കളക്ട് ചെയ്തിട്ടില്ല. 31/2018 നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആ സമയം വരെയും ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ അത് കൂടിയിട്ടുണ്ടാവില്ല. പക്ഷേ ചെക്ക് കിട്ടുന്ന സമയത്ത് തന്നെ ക്യാഷ് ബുക്കിൽ അത് കൂട്ടി എഴുതിയിട്ടുണ്ടാകും.
അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയിട്ടുണ്ട്. ബാങ്ക് ആ ഒരു സമയം വരെ അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കിൽ ക്യാഷ് എത്തിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള ഇടപാടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ 800 നമുക്ക് ലെസ്. ചെക്ക് പെയ്ഡ് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്, 800 ലെസ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ടിൽ March 31, 2018 rupees 1400. ചെക്ക് ഇഷ്യൂ, ചെക്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ബിസിനസ്സിൽ നിന്ന് ചെക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പേയ്മെൻറ്റിന് വേണ്ടി. ബിസിനസ് പണം കൊടുക്കാനുണ്ടായിരുന്നു, അതിന് പകരം ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിൽ നിന്ന് ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ബാങ്ക് ഇതുവരെയും ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് അത്രയും തുക കുറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ട്? ബിസിനസ്സിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ബിസിനസ്സിൽ നിന്ന് ഇന്ന പേയ്മെൻറ്റിന് വേണ്ടി ആ ചെക്ക് കൊടുക്കുന്നതോട് കൂടി ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കിൽ അത് കുറച്ച് ചെയ്തും. പക്ഷേ ബാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് കുറയുള്ളൂ. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള സംഗതി. അപ്പോൾ ഇത് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പം 1400 ആഡ് ചെയ്യണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് 1400. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഏത് ബാലൻസ് വെച്ചിട്ടാണോ ചെയ്യുന്നത് ആ ബാലൻസ്, ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കുമായിട്ട് മാത്രം ചിന്തിക്കുക, വേറൊരു ബാലൻസും ചിന്തിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഏതൊക്കെ ആഡ് ചെയ്യണം പ്ലസ് എന്നിങ്ങനെ ഇട്ടിച്ചോ, ഏതൊക്കെ ലെസ് ചെയ്യണം മൈനസ് എന്ന് ഇട്ട് വെക്കുക അല്ലേ. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൂടെ എഴുതാവുന്നതാണ്. അപ്പോൾ ആ ഒരു സംഗതി എഴുതിയതിന് ശേഷം നമ്മളൊക്കെ അറിയാം ടോട്ടൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ ടോട്ടൽ ചെയ്തു 3350. ആ ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് 6000 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 9350 ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് 300, 800, ടോട്ടൽ 1100. അപ്പോൾ ടോട്ടൽ 9350 നിന്ന് 1100 ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 8250. 8250 നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പാസ് ബുക്ക് ബാലൻസ് ആയിരിക്കും 8250. ഇത് കറക്റ്റ് അല്ലേ? ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നോക്കൂ, പാസ് ബുക്ക് ബാലൻസ് ₹8250 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം ക്യാഷ് ബുക്ക് ആയിരിക്കും. ഇതേ ഒരു ബാലൻസ് 8250 വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 6000 ആയിരിക്കും. അപ്പോൾ നമ്മൾ പാസ്ബുക്കിൻ്റെ ഭാഗം ചിന്തിക്കണം. പാസ്ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പാസ്ബുക്ക് ബാലൻസ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെസ് ചെയ്യണം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് അഥവാ ഫേവറബിൾ ബാലൻസ് ആണ്. ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, ഫേവറബിൾ ബാലൻസാണ്. ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ അൺഫേവറബിൾ ബാലൻസ് അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അതുപോലെ പാസ്ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ഫേവറബിൾ ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ബാലൻസ് അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അഥവാ ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ എങ്ങനെയെന്നുള്ളത് ചെയ്തു അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്താൽ ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും. ഈ ഒരു ചോദ്യത്തിൽ നോക്കൂ, ഈ ഒരു ചോദ്യത്തിൽ ഓൺ April 30, 2008 ദ ക്യാഷ് ബുക്ക് ഓഫ് മിസ്റ്റർ എക്സ് ഷോവ്ഡ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഓഫ് ₹37,200. പ്രിപ്പയർ BRS. ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ചെയ്യുക, ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അഥവാ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ആളുടെ ഒരു ബിസിനസ്മാൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ അധികമായിട്ട് പണം പിൻവലിക്കുന്നതിന് പറയുന്നവരാണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ബാങ്കുമായി നല്ല ഇടപാടുകൾ നടത്തുന്ന ബാങ്കിന് വിശ്വാസമുള്ള ആളുകൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. സാധാരണ ബിസിനസ്മാനൊക്കെയാണ് അത്തരത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ അവരെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ അധിക പണം അവർക്ക് നൽകുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. അതിനൊരു ഇൻട്രസ്റ്റ് ബാങ്ക് ഈടാക്കും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്
നെഗറ്റീവ് ബാലൻസ് ആണ്, അൺഫേവറബിൾ ബാലൻസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്യുമ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസിന് നമ്മളൊരു നെഗറ്റീവ് കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. 37,200 ഇവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് കൊടുക്കുക. ഇനി അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ അതിൽ വരുള്ളൂ. ബാക്കി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഏപ്രിൽ 30, 2008 ആ ഒരു സമയത്താണ് ഈ ഒരു BRS ഉണ്ടാക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ ഡേറ്റ് നോട്ട് ചെയ്യണം എന്നുള്ളത്. ഒന്നാമത് നോക്കൂ. ഔട്ട് ഓഫ് ദി 2 ചെക്ക് ഇഷ്യൂഡ് ടു മിസ്റ്റർ മോനു ഓൺ April 20, 2008. 2008 ഏപ്രിൽ 20 മോനു എന്നൊരാൾക്ക് 2 ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അഥവാ 2 ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ചെക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ നിന്ന് അത്രയും തുക കുറഞ്ഞിട്ടുണ്ടാകും. 1 for ₹1,500. ഒന്ന് 1,500 ആയിരുന്നു, മറ്റൊന്ന് 3,750 ആയിരുന്നു. ഈ 2 ചെക്കാണ് പറയുന്നത്. ദ ചെക്ക് ഫോർ 3,750, 3,750 രൂപയുടെ ചെക്ക് വാസ് ക്യാഷ്ഡ് ഓൺ May 5, 2008. പക്ഷേ 3,750 ചെക്ക് അത് എന്ന് മാത്രമേ ക്യാഷ് ചെയ്തിട്ടുള്ളൂ, അഥവാ അതിൻ്റെ കളക്ഷൻ എന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ? May 5 നടന്നിട്ടുള്ളത്. 2008 May 5. പക്ഷെ നമ്മൾ BRS തയ്യാറാക്കുന്ന എപ്പോഴാണ്? ഏപ്രിൽ 30 തയ്യാറാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏപ്രിൽ 30 BRS തയ്യാറാക്കുന്ന സമയത്ത് 3,750 രൂപയുടെ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? എൻക്യാഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി ബാങ്കിൽ നിന്ന് എത്രയേ എൻക്യാഷ് ചെയ്തിട്ടുള്ളൂ? 1,500 ചെക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു ചെക്ക് കൊടുക്കുന്ന സമയം ഏപ്രിൽ 20 തന്നെ ഈ 2 ചെക്കിൻ്റെയും തുക ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ടാകും. ശരിയല്ലേ? ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3,750 രൂപയുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. BRS ചെയ്യുന്ന സമയത്ത് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് അടുത്ത മാസം 5-ാം തീയതിയാണ് എൻക്യാഷ് ചെയ്യുന്നത്. പക്ഷെ അതുവരെയും BRS തയ്യാറാക്കുന്ന സമയത്ത് അത് എൻക്യാഷ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ അത് എന്ത് ചെയ്തിട്ടില്ല? കുറഞ്ഞിട്ടില്ല, ബാങ്കിൽ അത് എത്തിയിട്ടില്ല. സോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ക്യാഷ് ബുക്കിൽ 3,750 രൂപയുടെ എമൗണ്ട് അവിടെ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യമാണല്ലോ. സോ അത് നമ്മൾ ആഡ് ചെയ്യണം. ഈ ഒരു 3,750 രൂപ ആഡ് ചെയ്യണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ പേയ്മെൻറ്റ് ഇതുവരെയും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. 3,750 ആഡ് ചെയ്യണം. ഇനി രണ്ടാമത് നോക്കും. എ റോങ് ക്രെഡിറ്റ് ഫോർ ₹375, 375 രൂപ റിലേറ്റിംഗ് ടു സം അതർ അക്കൗണ്ട് വാസ് ഫൗണ്ട് ഇൻ ദി പാസ്ബുക്ക്. അഥവാ മറ്റു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള ഒരു ക്രെഡിറ്റ്, 375 രൂപയുടെ ഒരു തെറ്റായിട്ടുള്ള ക്രെഡിറ്റ് പാസ്ബുക്കിൽ കാണുന്നുണ്ട്. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ? പാസ്ബുക്കിൽ അത് കൂട്ടി എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം പാസ്ബുക്ക് ബാലൻസ് കൂടുതലാണ്. തെറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. ക്യാഷ് ബുക്ക് ബാലൻസിൽ ആ ഒരു സംഗതി വന്നിട്ടില്ല. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യമല്ലേ? സോ തിരിച്ച് ആഡ് ചെയ്യണം. സോ എമൗണ്ട് റോങ്ങിലി ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് 375 രൂപ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 3 ചെക്ക് ഫോർ ₹4,500, 6,000, 7,500 were deposited in the bank for collection on April 25, 2008. 4,500 രൂപ, 6,000 രൂപ, 7,500 രൂപ ഇത്രയും തുക വരുന്ന 3 ചെക്ക് 2008 ഏപ്രിൽ 25 കളക്ഷന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺലി ദ ചെക്ക് ഫോർ ₹6,000 വാസ് കളക്റ്റഡ് ബൈ April 30, 2008. പക്ഷേ 6,000 രൂപയുടെ ചെക്ക് മാത്രമേ ഏപ്രിൽ 30 എന്ത് ചെയ്തിട്ടുള്ളൂ? കളക്ട് ചെയ്തിട്ടുള്ളൂ. ബാങ്ക് കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കൊടുക്കുന്ന സമയം ഏപ്രിൽ 25 ഈ 3 ചെക്കിൻ്റെയും അത്രയും തുക ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ
അത്ര എന്തൊക്കെ കൂടും കിട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് ക്യാഷ് ബുക്കിൽ 3 തുകയും ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി നമ്മൾ BRS ഉണ്ടാക്കുന്ന സമയത്ത് ഏപ്രിൽ 30 ആ ഒരു സമയത്ത് ഏത് ചെക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ? 6000 രൂപയുടെ ചെക്ക് മാത്രമേ ബാങ്കിൽ എത്തിയിട്ടുള്ളൂ. പക്ഷേ ക്യാഷ് ബുക്കിൽ ഈ 3 ചെക്കിൻ്റെയും തുക കൂട്ടി എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ബാങ്കിൽ 6000 രൂപയുടെ ചെക്ക് മാത്രമേ കൂടിയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം അഡീഷണൽ ആയിട്ട് അല്ലേ 4500-ൻ്റെയും 7500-ൻ്റെയും അധികം തുക, ഈ ഒരു ചെക്കിൻ്റെ അധികമായിട്ടുള്ള എമൗണ്ട് ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുന്നുണ്ട്. സോ അത് ക്യാഷ് ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള കാര്യമാണ്. സോ അത് ലെസ് ചെയ്യണം. അപ്പോൾ 4500 പ്ലസ് 7500 അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 12000 കിട്ടും. അപ്പോൾ അത് ലെസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് 12,000 ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് കളക്റ്റഡ് 12,000 അത് ലെസ് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത് നോക്കൂ. There is a debit of ₹1,200 for interest and $225 for bank charge in the passbook. These have not been entered in the cash book. അഥവാ 1200 രൂപയുടെ ഒരു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ 225 രൂപയുടെ ഒരു ബാങ്ക് ചാർജും പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ഈടാക്കിയിട്ടുണ്ട്, ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ഈടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ബാങ്ക് ചാർജ്, ഈ 2 കാര്യങ്ങളും പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് അത്രയും തുക കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെയും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, അതേ സംഗതി ക്യാഷ് ബുക്കിൽ ഇനിയും കുറയ്ക്കേണ്ടതുണ്ട്. ക്യാഷ് ബുക്കിൽ നിന്ന് അത് കുറയേണ്ടതുണ്ട്, കുറച്ചിട്ടില്ല. ഇത് ക്യാഷ് ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള കാര്യമാണ്. സോ അത് ലെസ് ചെയ്യണം. അപ്പോൾ ഈ 2 തുകയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ 225-ഉം 1200 ആഡ് ചെയ്താൽ 1425 ക്യാഷിൽ നിന്ന് ലെസ് ചെയ്യണം. സോ 1425. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ് 1200 പ്ലസ് 225 1425 ലെസ് ചെയ്യണം. ഇനി അടുത്ത് നോക്കൂ. ദ പാസ്ബുക്ക് ഷോഡ് ദ ബാങ്ക് ഹാഡ് കളക്റ്റഡ് 9,000 ആസ് എ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ബട്ട് നോ എൻട്രി ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് ഒരു 9,000-ൻ്റെ 9,000-ൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി പലിശയായിട്ട് 9,000 റുപ്പീസ് ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ദ പാസ്ബുക്ക് ഷോഡ് ദ ബാങ്ക് ഹാഡ് കളക്റ്റഡ്. പക്ഷേ അത് ഇതുവരെ ഏതിൽ കാണിച്ചിട്ടില്ല? ക്യാഷ് ബുക്കിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം പാസ്ബുക്ക് ബാലൻസ് ബാങ്കിൽ അത് കൂടിയിട്ട് അത്രയും തുക കൂടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ക്യാഷ് ബുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അത് എൻട്രി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക് 9,000 ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് ലാസ്റ്റ് വൺ നോക്കൂ. ബിൽസ് റെസീവബിൾ ഫോർ ₹7,500 ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഒരു 7,500 രൂപയുടെ ബിൽസ് റെസീവബിൾ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കായിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. വാസ് ഡിസോണേഡ് അത് ഡിസോണറായി, അത് മടങ്ങി. ഓൺ ഏപ്രിൽ 28 ഏപ്രിൽ 28 ആ ഒരു ബിൽസ് റെസീവബിൾ ഡിസോണറായി. ആൻഡ് ഇറ്റ് വാസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ബട്ട് നോ എൻട്രി ഇൻ ദി ക്യാഷ് ബുക്ക്. ഒരു ബിൽസ് റെസീവബിൾ 7,500 രൂപയുടെ ബിൽസ് റെസീവബിൾ ബാങ്കുമായിട്ട് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്യുന്നൊരു ബിൽസ് റെസീവബിൾ ഏപ്രിൽ 28 ഡിസോണറായി. അതുമായി ബന്ധപ്പെട്ട കാര്യം ബാങ്കിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബിൽസ് റെസീവബിൾ ഡിസോണർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബില്ല് പ്രകാരം കിട്ടാനുള്ള ക്യാഷ് അല്ലേ, ആ ബിൽസ് റെസീവബിൾ കിട്ടുമ്പോൾ തന്നെ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കും. ബാങ്ക് ആ ഒരു സമയത്ത് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ആ ഒരു പാർട്ടി ആ സമയമാകുമ്പോൾ ബാങ്കിനാണ് കൊടുക്കേണ്ടത്. പക്ഷേ ആ ഒരു പാർട്ടി ബാങ്കിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ബില്ല് ഡിസോണർ ആവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ സമയമായിട്ടും എന്ത് ചെയ്തിട്ടില്ല, ആ സമയമാകുമ്പോഴേക്കും ബാങ്കിലത് വന്നിട്ടില്ല, അത് ഡിസോണർ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് അത് കൂടാൻ കാരണമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ലെസ് ചെയ്യണം. ആക്ച്വലി ബാങ്കിൽ അത് എത്തിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഡിസോണർ ആയതുകൊണ്ട് ബാങ്കിൽ അതിൻ്റെ തുക എത്തിയിട്ടില്ല. പക്ഷേ ക്യാഷ് ബുക്കിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ലെസ് ചെയ്യണം. സോ ഈ ഒരു 7,500 രൂപ നമുക്ക് ലെസ് ചെയ്യണം. ബിൽസ് റെസീവബിൾ ഡിസോണേഡ്, ബിൽസ് റെസീവബിൾ ഡിസോണർ ആയാലും മനസ്സിലാക്കുക അത് ലെസ് ചെയ്യാനുള്ളതാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ ഓപ്പണിംഗ് ബാലൻസിന് കൂടെ നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ആഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളും ആഡ് ചെയ്തു അല്ലേ? അതിൻ്റെ ടോട്ടലാണ് 13,125, 13,125. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയതല്ലേ? പക്ഷേ ഇവിടെ ഒന്ന് നെഗറ്റീവ് ഫിഗറാണ്, ഒന്ന് പോസിറ്റീവ് ഫിഗറാണ്. നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആൾറെഡി 37,200 ഓവർ ഡ്രാഫ്റ്റ് തുക അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 13,125 ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അത്രയും ഓവർ ഡ്രാഫ്റ്റ് കുറഞ്ഞു. ഇനി എത്രയുള്ളൂ അവിടെ? 24,075, 24,075 രൂപയാണ് ഇനി അവിടെ ഉള്ളത്. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? മൈനസും പ്ലസും മൈനസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 37,200 13,125 പോയാൽ 24,075 രൂപയുടെ ഉണ്ടാകും. അതിന് ചിഹ്നം എന്താണ്? വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കൊടുത്തു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും ലെസ് ചെയ്യേണ്ട ഇത്രയും തുക ഇതിൽ നിന്ന് ലെസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് 3 ആഡ് ചെയ്താൽ 20,925 ഉണ്ടാകും. 20,925 അഥവാ മൈനസ് ബാലൻസിൽ നിന്നാണ് നമുക്ക് ലെസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ സാധാരണ അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൈനസ് സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ 2 സംഖ്യ പരസ്പരം ആഡ് ചെയ്തിട്ട് അതിന് മൈനസ് ചിഹ്നമാണ് നൽകുക. അങ്ങനെ -45,000 ലഭിച്ചിട്ടുള്ളത്. -24,075 നിന്ന് പോസിറ്റീവ് സംഖ്യയായ 20,925 ലെസ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചിഹ്നം മാറി മൈനസ് ചിഹ്നം വരികയും അപ്പോൾ 2 മൈനസും വരുമ്പോൾ പ്ലസ് ആവുകയും മൈനസ് ചിഹ്നം ആൻസറിന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് -45,000 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 45,000 കിട്ടും. ദെൻ നെഗറ്റീവ് ചിഹ്നം നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ ആൻസർ വരിക 45,000 -45,000 എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഓവർ ഡ്രാഫ്റ്റ് ആണ് ലഭിക്കുന്നത്. ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിലും ഫേവറബിൾ ബാലൻസ് ആണെങ്കിലും ഒരേ രീതി തന്നെ ഫോളോ ചെയ്യുക. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ നെഗറ്റീവ് കൊടുക്കുക. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയും ആ ഒരു ടോട്ടലിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു പാസ്ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആയ 37,200 നമുക്ക് കിട്ടും. എന്താ ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ? അവിടെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് 45,000 അവിടെ എഴുതുക. ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി അല്ലേ? ഇത് ലെസ് ചെയ്തപ്പോൾ ആഡ് ചെയ്യുക, മറ്റേതൊക്കെ ലെസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും, 37,200 നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതി ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.